സാഹിലും സുമനും ലിഫ്റ്റ് ചോദിച്ച് ഒരു വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. പക്ഷെ അതിലുണ്ടായിരുന്ന രാജു ബാബു എന്ന് പറഞ്ഞ വലിയ ക്രിമിനൽസ് ആയിരുന്നു. ബാബുവിന് സുമനെ കണ്ടപാടെ എന്തോ ഒരു ഇഷ്ടം തോന്നാണ്. അവളെ പിന്നീട് ഇറക്കി വിടണ്ടെന്ന് അവര് തീരുമാനിക്കാണ്. രാജുക്ക് ചെറിയ പേടിയല്ല ഉണ്ടെങ്കിലും ബാബു അവനക്ക് ധൈര്യം കൊടുക്കാണ്. അങ്ങനെ പിടിയും വലിയുടെ ഇടയിൽ സാഹിലിന് വെട്ടുകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുമനും വല്ലാതെ പേടിക്കാണ്. ഒരു ആശുപത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ആക്കിയാൽ മതി, നിങ്ങളുടെ പേരൊന്നും ഞങ്ങൾ പറയില്ല എന്ന് അവള് പറയുന്നുണ്ടെങ്കിലും ബാബു അതിന് തയ്യാറായില്ല. ബാബു നേരെ ആ ഒരു വണ്ടി ഒരു കാട്ടിലേക്കാണ് വിടുന്നത്. ഇതിനോടകം സാഹിലിന് വെട്ടുകൊണ്ടതുകൊണ്ട് തന്നെ അവനക്കാകെ നടക്കാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു. അവനെ പിടിച്ച് പുറത്തിട്ടതിന് ശേഷം സുമനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ തന്റെ ചേച്ചിയെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ട സാഹിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവരോട് രണ്ടുപേരോടും അടി കൂടുന്നുണ്ട്. ചേച്ചിയോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് അവൻ പറയാണ്. സുമനും അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോ രാജു അവളെ കയറി പിടിക്കുന്നുണ്ട്. സാഹിലിനെ ഇപ്പൊ ബാബു അടിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവൻ മരിച്ചു പോയിരുന്നു. അവന്റെ ബോഡിയുടെ അടുത്ത് വന്ന് നിന്ന് സുമൻ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സുമൻ ആ സമയം ബാബു വലിച്ചോണ്ട് പോകുന്നുണ്ട്. സാഹിലിനെ രാജു വലിച്ചോണ്ട് പോയി എവിടോ കൊണ്ടുപോയി ഇട്ടാണ്. പക്ഷെ അവന്റെ ജീവൻ പോയിട്ടില്ലാന്ന് രാജുക്ക് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാള് കൊണ്ട് രാജു സാഹിലിനെയും അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുന്നുണ്ട്. ഇപ്പൊ സുമനെ റേപ്പ് ചെയ്തതിനു ശേഷം ബാബു ഇറങ്ങി വന്ന് രാജുവിനോട് ഇനി നിന്റെ ടേൺ ആണെന്നാണ് പറയുന്നത്. പക്ഷെ രാജുക്ക് അണത്തം കുറവായിരുന്നു. അവൻക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞ് രാജുയെ ബാബു കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ വഴക്കുണ്ടാവാണ്. ആ സമയത്ത് ഓടി വന്ന സുമന് ബാബുവിനെയും രാജോയെയും നല്ലോണം അടിച്ചതിന് ശേഷം സാഹിൽ എവിടെയാണെന്ന് ചോദിക്കാണ്. അവരടിച്ചിട്ട് സാഹിലിനെ പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന സാഹിലിനെ കണ്ട് അവള് ഒരുപാട് കരയുന്നുണ്ട്. പിന്നാലെ വന്ന് ബാബു അവളെയും വെട്ടിക്കൊല്ലാണ്. ഈ കേസ് വളരെ കഠിനാധ്വാനത്തിന് ശേഷമാണ് JP തെളിയിച്ചത്. ആ കുട്ടികൾ അന്ന് അവർ അത്രമേലെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോകില്ലായിരുന്നു. ഈ ഒരു കേസിന് ഒരു തുമ്പ് പോലും കിട്ടില്ലായിരുന്നു. ആ കുട്ടികൾ ആ ഒരു ബുദ്ധിപരമായ കാര്യം ചെയ്തതുകൊണ്ടാണ് പ്രതികളെ വേഗം തന്നെ പിടിക്കാനായതെന്ന് JP പറയുന്നുണ്ട്. JPക്ക് അങ്ങനെ പ്രൊമോഷൻ കിട്ടാണ്. ആ പ്രതികളെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. JPയും ഈ ആൾക്കാർക്കിടയിലേക്ക് രാജുവിനെയും ബാബുവിനെയും ഇട്ടുകൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കോടതി ജഡ്ജ്മെന്റ് ആയിരിക്കണം പിന്നീട് ആൾക്കാർക്ക് കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു സൂചന എന്ന് തോന്നിയ JPയും അവരെ കോടതിയിൽ സേഫ് ആയിട്ട് ഹാജരാക്കുന്നുണ്ട്. രാജുവിനെയും ബാബുവിനെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധി പറയുന്നുണ്ട്. അങ്ങനെ സുമന്റെയും സായലിന്റെ അച്ഛനും അമ്മക്കും നീതി ലഭിക്കാണ്. JP സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണുമായിട്ട് വീണ്ടും JP സ്നേഹത്തിലാവുന്നുണ്ട്. പക്ഷെ മൂവിയുടെ അവസാനത്തില് കഥ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മഴയത്ത് തന്നെ സുമനും സായിലും ഓടി റേഡിയോ സ്റ്റേഷനിലേക്ക് പോയാലോ എന്ന് തീരുമാനിക്കുകയാണ്. ഈ ഒരു സീരീസിന്റെ ഫുൾ എക്സ്പ്ലനേഷൻ കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.